പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇൻഷുറൻസ് സംബന്ധമായ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇൻഷുറൻസ് ഓംബുഡ്സ്മാനെ കുറിച്ചാണ്. ഒരു കസ്റ്റമർക്ക് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഒരു ഇൻഷുറൻസ് ഓംബുഡ്സ്മാന്റെ സഹായം തേടാവുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. കേരളം, ലക്ഷദ്വീപ്, മാഹി എന്നീ പ്രദേശങ്ങളിൽ നിന്ന് പോളിസി എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ പ്രദേശങ്ങളിൽ ഏതെങ്കിലും ബ്രാഞ്ചിൽ നിന്ന് പോളിസി എടുത്തിട്ടുള്ള കസ്റ്റമർക്ക് ഇൻഷുറൻസ് സംബന്ധമായി ക്ലെയിം പൂർണ്ണമായി നിരാകരിക്കുകയോ അല്ലെങ്കിൽ ഭാഗികമായി നൽകാതിരിക്കുകയോ അല്ലെങ്കിൽ ക്ലെയിമിൽ അകാലമായ കാലതാമസം വരുത്തുകയോ ചെയ്താൽ നമുക്ക് ഇൻഷുറൻസ് ഓംബുഡ്സ്മാനിൽ പരാതി സമർപ്പിക്കാവുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു പൈസ പോലും ചെലവില്ലാതെ കാലതാമസമില്ലാതെ കൃത്യമായി ഏറ്റവും വേഗത്തിൽ അക്കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇൻഷുറൻസ് ഓംബുഡ്സ്മാന്റെ പ്രത്യേകത. നമുക്കതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ് എന്ന് നോക്കാം. നമുക്ക് കൊച്ചിയിലാണ് ഇൻഷുറൻസ് ഓംബുഡ്സ്മാൻ പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിൽ ആകെ 18 ഓംബുഡ്സ്മാൻ ഓഫീസുകളാണ് ഉള്ളത്. കൊച്ചിയിലെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് വർഷം 2000 മുതലാണ്. ഓൺലൈനായും ഓഫ്ലൈനായും നമുക്ക് പരാതി പരിഹാരത്തിന് വേണ്ടി ഇൻഷുറൻസ് ഓംബുഡ്സ്മാനെ സമീപിക്കാവുന്നതാണ്. നമുക്ക് പരാതി സമർപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? നമുക്കിപ്പോ ഒരു ഹെൽത്ത് ഇൻഷുറൻസിനകത്ത് നമുക്കൊരു ക്ലെയിം വന്നു. മിക്കവാറും കേസുകളിൽ ക്യാഷ്ലെസ് ആയി കാര്യങ്ങൾ നടക്കാം. പക്ഷെ ചിലപ്പോഴെങ്കിലും അത് റീഇംബേഴ്സ്മെന്റിലേക്ക് മാറും. റീഇംബേഴ്സ്മെന്റിന് വേണ്ടി നമുക്ക് കസ്റ്റമർ ഇൻഷുറൻസ് കമ്പനിയിൽ ഡോക്യുമെന്റ് സമർപ്പിക്കും. റീഇംബേഴ്സ്മെന്റ് ക്ലെയിം നിരസിച്ചു. ഇനി കസ്റ്റമർ ചെയ്യേണ്ടത് ഇൻഷുറൻസ് കമ്പനിയുടെ ഗ്രീവൻസ് സെല്ലിൽ പരാതി കൊടുക്കുക എന്നുള്ളതാണ്. ഗ്രീവൻസ് സെല്ലിലും പരാതി കൊടുക്കും. മിക്കവാറും കേസുകളും അവിടെ പരിഹരിക്കാറുണ്ട്. അവിടെയും നിങ്ങളുടെ കേസുകൾക്ക് മാന്യമായ ഒരു പരിഹാരം ലഭിച്ചില്ല എങ്കിൽ ഗ്രീവൻസ് സെല്ലിൽ കൂടി പരാതി കൊടുത്ത് അവിടെ നിന്ന് ഡിലേയിലാണ് നിങ്ങളുടെ ക്ലെയിമിന് വന്നിട്ടുള്ളത് എങ്കിൽ ഇനി നിങ്ങൾക്ക് ഓംബുഡ്സ്മാനെ സമീപിക്കും. അപ്പോൾ മറക്കരുത്, ഇൻഷുറൻസ് കമ്പനിയിൽ നോർമലി റീഇംബേഴ്സ്മെന്റിന് വേണ്ടി സമർപ്പിക്കണം. അവിടെ നിങ്ങൾക്ക് ന്യായമായ നീതി കിട്ടിയില്ലെങ്കിൽ അവിടെ തന്നെയുള്ള ഗ്രീവൻസ് സെല്ലിൽ പരാതി കൊടുക്കുക. അതിനുശേഷം മാത്രമാണ് ഓംബുഡ്സ്മാനെ സമീപിക്കുവാൻ സാധിക്കുന്നത്. അതുപോലെ ഏതെങ്കിലും കോടതിയിൽ നിലവില് വിചാരണ നേരിടുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും കോടതിയിൽ നിലവിൽ നിങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് ഓംബുഡ്സ്മാനിൽ നിങ്ങൾക്ക് പരാതി കൊടുക്കുവാൻ സാധിക്കില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പരമാവധി 50 ലക്ഷം രൂപ വരെയുള്ള കേസുകളിലാണ് നമുക്ക് ഇൻഷുറൻസ് ഓംബുഡ്സ്മാന്റെ സഹായം തേടാവുന്നത്. അതുപോലെ നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഹെൽത്ത് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ മാത്രമാണ് ഓംബുഡ്സ്മാനെ സമീപിക്കാവുന്നത്. പക്ഷെ അങ്ങനെയല്ല. നമുക്കിപ്പോൾ ലൈഫ് ഇൻഷുറൻസ് ആയാൽ, വണ്ടിയുടെ ഇൻഷുറൻസ് ആയാൽ, ഫയർ ഇൻഷുറൻസ് ആയാൽ പോലും നമുക്ക് ഇൻഷുറൻസ് ഓംബുഡ്സ്മാന്റെ സഹായം തേടാവുന്നതാണ്. ഓംബുഡ്സ്മാന്റെ വിധി എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനിക്ക് ബൈൻഡിംഗ് ആണ്. പക്ഷെ കസ്റ്റമർക്ക് വേണമെങ്കിൽ വിധി ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റു മേൽക്കോടതികളെ സമീപിച്ച് കൂടുതൽ നഷ്ടപരിഹാരം നേടാവുന്നതാണ്. ഉപഭോക്തൃ കോടതിയും ഓംബുഡ്സ്മാനും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്, ഉപഭോക്തൃ കോടതിയിൽ ഇൻഷുറൻസ് സംബന്ധമായ കേസുകൾ മാത്രമല്ല വരുന്നത്. ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ കസ്റ്റമർക്ക് ഏറ്റവും അധികം ആക്സസിബിൾ ആയിട്ടുള്ള ഒരു പരാതി പരിഹാര സംവിധാനമാണ് ഉപഭോക്തൃ കോടതി. അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് കേസുകളും കാലതാമസവും സ്വാഭാവികമാണ്. അതുപോലെ തന്നെ അവിടെ ഒരു വക്കീലിന്റെ സാന്നിധ്യം ഉണ്ടാകും. അവിടെയുള്ള കോർട്ട് ഫീ, മറ്റ് ചെലവുകളും കാര്യങ്ങളും ഉപഭോക്തൃ കോടതി കുറച്ച് കൂടുതലായിരിക്കും. ഓംബുഡ്സ്മാൻ എന്ന് പറയുന്ന സംവിധാനത്തിൽ നമുക്ക് 0 എക്സ്പെൻസിൽ തന്നെ നമ്മുടെ ന്യായമായ കാര്യങ്ങൾ പറയുവാനും അതിന് ഒരു നീതിയുക്തമായ പരാതി പരിഹാര സംവിധാനം ഉണ്ടാക്കുവാനും സാധിക്കും. അതുപോലെ തന്നെ ഒരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ ഓംബുഡ്സ്മാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇൻഷുറൻസ് കമ്പനിയുമായി സമവായത്തിന് ശ്രമിക്കും. അവിടെ മിക്കവാറും കേസുകൾ സെറ്റിൽമെന്റ് ആവാറുണ്ട്. അതിൽ നടന്നില്ല എങ്കിൽ ഓംബുഡ്സ്മാൻ ചെയ്യുന്നത് ഇൻഷുറൻസ് കമ്പനിയുടെ പ്രതിനിധിയെയും കസ്റ്റമറെയും ഒരു ഹിയറിംഗിന് വേണ്ടി വിളിക്കുക എന്നുള്ളതാണ്. അത് ആദ്യമൊക്കെ നമുക്ക് കൊച്ചി ഓഫീസിൽ പോയി നേരിട്ട് ഹാജരാകണമായിരുന്നു. ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം അങ്ങനെയല്ല. നമുക്കൊരു വീഡിയോ കോൺഫറൻസിംഗിലൂടെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഓംബുഡ്സ്മാന് മുന്നിൽ അവതരിപ്പിക്കാൻ സാധിക്കും. അത് ഇംഗ്ലീഷൊന്നും വേണമെന്നില്ല, മലയാളത്തിൽ തന്നെ നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരമുണ്ട്. പ്രായമായവരാണെങ്കിൽ ഓംബുഡ്സ്മാന്റെ മുൻകൂർ അനുമതിയോടുകൂടി അവിടെ വേണ്ടപ്പെട്ട ആരെങ്കിലും അവര് കാര്യങ്ങൾ പറയുവാനായിട്ട് അനുവദിക്കാറുണ്ട്. എറണാകുളത്ത് LIC ബിൽഡിംഗിലാണ് ഇൻഷുറൻസ് ഓംബുഡ്സ്മാന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമുക്ക് പരാതികൾ സമർപ്പിക്കാവുന്നതാണ്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം. ആർക്കൊക്കെ നമുക്ക് ഓംബുഡ്സ്മാനിൽ പരാതി സമർപ്പിക്കാം എന്ന് പറഞ്ഞാൽ, പോളിസി എടുത്ത കസ്റ്റമർ അല്ലെങ്കിൽ ഇപ്പോൾ ഡെത്ത് ക്ലെയിമുമായിട്ട് ബന്ധപ്പെട്ട കേസുകളാണെങ്കിൽ നോമിനിക്ക് നമുക്ക് ഓംബുഡ്സ്മാനിൽ പരാതി സമർപ്പിക്കാം. പരാതി സമർപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ,
നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒരു വെള്ളപ്പേപ്പറിൽ കൃത്യമായ പരാതിയായി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ പോളിസി ഡോക്യുമെന്റ്, ക്ലെയിമുമായി ബന്ധപ്പെട്ട് ഇൻഷുറൻസ് കമ്പനിയുമായി നടത്തിയിട്ടുള്ള എഴുത്തുകുത്തുകളുടെ ഒരു കോപ്പി, അതായത് ഗ്രീവൻസ് സെല്ലിൽ നിന്ന് നമുക്ക് റിജക്ഷൻ വേണം, ആ റിജക്ഷന്റെ കോപ്പി, ക്ലെയിമുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എത്രത്തോളം ചെലവ് വന്നിട്ടുണ്ടോ അത്തരം ചെലവുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് കോപ്പി. ഇത്രയുമാണ് നമുക്ക് ഓംബുഡ്സ്മാനിൽ ഒരു പരാതി സമർപ്പിക്കുന്നതിനുള്ള ആവശ്യമായ രേഖകൾ.